വെൽക്കം ബാക്ക് ടു എൻചാൻഡഡ് ലേണിംഗ്. ശ്രീ ബനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് HSC നാച്ചുറൽ സയൻസിലെ നമുക്ക് പഠിക്കാനായിട്ടുള്ള ടോപ്പിക്കായ സൈക്കോളജിയിൽ നമ്മൾ മെത്തഡോളജി ഓഫ് ടീച്ചിങ് സബ്ജക്ട് നമ്മൾ പഠിക്കാനുള്ള പോർഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത് എന്താണ്? ഫിസിയോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ്ങിന് നമ്മുടെ ജീൻ പിയാഷയുടെ ഇംപ്ലിക്കേഷൻസ് കുറിച്ചാണ് മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പൊ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ലാസ് കേട്ട് മനസ്സിലാക്കി നോട്ട്സ് തയ്യാറാക്കി വെക്കും. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് പോയിട്ട് നമുക്ക് പുതിയതിലോട്ട് പോകാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയത് ജീൻ പിയാഷയെ കുറിച്ചാണ് അല്ലെ, അദ്ദേഹത്തിന്റെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ജീൻ പിയാഷയെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കിയ എന്താണ്? ജീൻ പിയാഷെ എന്ന് പറയുന്ന സ്വിസ് ബയോളജിസ്റ്റ് ആയിരുന്നു. ഇനി അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിന്റെ വർക്കിനെ എന്താണ് ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ ജനറ്റിക് എപ്പിസ്റ്റോളജിയുടെ ബേസിസിലാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടെത്തിയത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം അവിടെ ഇന്റലിജൻസ് എന്ന് പറയുന്നതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തു. എന്താണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്? അദ്ദേഹത്തിനെ സംബന്ധിച്ചും ഇന്റലിജൻസ് എന്ന് പറയുന്നത് എബിലിറ്റി ടു അഡ്ജസ്റ്റ്, അഡാപ്റ്റ് ഓർ ഡീൽ എഫിഷ്യന്റ്ലി വിത്ത് വൺസ് എൻവയോൺമെന്റ്. അതായത് ഒരാളുടെ എൻവയോൺമെന്റ് അല്ലെങ്കിൽ അയാളുടെ പരിസ്ഥിതിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡീൽ എഫിഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് എന്ത് പറയുന്നത്? ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് എൻ എബിലിറ്റി to adjust, adapt or deal efficiently with one's environment. ഒരു മനുഷ്യനായാലും അല്ലെങ്കിൽ ഒരു ആകട്ടെ, ഒരു കുട്ടിയാകട്ടെ, മനുഷ്യനാകട്ടെ, അവന്റെ പരിസ്ഥിതിയുമായി അവന് അഡ്ജസ്റ്റ് ചെയ്യാനും അഡാപ്റ്റ് അതുമായിട്ട് എന്താണ് പൊരുത്തപ്പെട്ടു പോകാനും അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ട് ഡീൽ ചെയ്യാനും സാധിക്കുന്ന ആ കഴിവിനെയാണ് അദ്ദേഹം ഇന്റലിജൻസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഇന്റലിജൻസ് ചേഞ്ചസ് ആൻഡ് ഡെവലപ്സ് ആസ് ഓർഗാനിസംസ് മെച്ചൂർസ് ബയോളജിക്കലി ആസ് ഇറ്റ് ഗെയിൻസ് ഫ്രം എക്സ്പീരിയൻസ്. ഇന്റലിജൻസിന് ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച്, അതായത് ഇന്റലിജൻസിന് ചേഞ്ച് ഉണ്ടാകുന്നു. And intelligence there occurs change in intelligence as well as in developments occurs. Intelligence ചേഞ്ചും ഡെവലപ്മെന്റ് ഉണ്ടാകുന്നപ്പോഴാണ് വൺ പേഴ്സൺ ബയോളജിയിൽ ഒരു പേഴ്സൺ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ അയാളുടെ എക്സ്പീരിയൻസിന്, അയാൾക്ക് എന്താ എക്സ്പീരിയൻസ് കിട്ടുന്നു, ആ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ അയാളുടെ ഇന്റലിജൻസിന് ചേഞ്ചും ഡെവലപ്മെന്റും ഉണ്ടാകുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇനി നമ്മൾ ജീൻ പിയാഷയുടെ അവിടെ നമ്മൾ പറഞ്ഞു, അദ്ദേഹം അവിടെ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കോഗ്നിറ്റീവ് സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു. അത് അദ്ദേഹം പറഞ്ഞ എന്താണ്? അൺലൈക്ക് അതർ ക്രീച്ചേഴ്സ് ഹ്യൂമൻ ബേബീസ് ബോൺ, അതൊരു എക്സാമ്പിൾ പറയാണ്. മറ്റുള്ള ക്രീച്ചേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ഹ്യൂമൻ ബേബിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഹി ഈസ് ബോൺ വിത്ത് എ ഫ്യൂ പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സ് ആൻഡ് റിഫ്ലെക്സസ് സച്ച് ആസ് സക്കിംഗ്, ലുക്കിംഗ്, റീച്ചിങ് ആൻഡ് ഗ്രാസ്പിംഗ്. അതായത് നമ്മളൊരു ഹ്യൂമൻ ബേബിയെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ഹ്യൂമൻ ബേബി ജനിക്കുമ്പോൾ തന്നെ ചില പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സോട് കൂടിയാണ് അവൻ ജനിക്കുന്നത് അല്ലെ. അത് എന്തൊക്കെയാണ് ആ പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സും റിഫ്ലക്സസ് എന്ന് പറയുന്നത്? സക്കിംഗ്, ഒന്ന് സക്കിംഗ് ആണ്, ഓറിഞ്ച് അല്ലെ. പിന്നെ എന്താണ്? ലുക്കിംഗ്, പിന്നെ റീച്ചിങ്, ഗ്രാസ്പിംഗ് മുതലായ ഇൻസ്റ്റിങ് ആയിട്ടുള്ള പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സും റിഫ്ലക്സോട് കൂടിയാണ് ഹ്യൂമൻ ബേബി ജനിക്കുന്നത് അല്ലെ, മറ്റുള്ള ക്രീച്ചേഴ്സിന് വ്യത്യസ്തമായിട്ട്. അപ്പൊ ഇവിടെ ആ ഒരു ബേബി അല്ലെങ്കിൽ ആ ഒരു ബേബി ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ആ എബിലിറ്റീസിനെയാണ് എന്തെന്ന് വിളിച്ചത്? ഹി നെയിം ദോസ് എബിലിറ്റീസ് ഓഫ് പൊട്ടൻഷ്യൽസ് ആസ് സ്കീമ. അപ്പൊ സ്കീമ എന്നാണ് അദ്ദേഹം ആ എബിലിറ്റീസ് അല്ലെങ്കിൽ ആ പൊട്ടൻഷ്യൽസിനെ വിളിച്ച പേര്. സോ സ്കീമ, ദാറ്റ് ഈസ് വാട്ട് വി സ്റ്റഡി ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. സ്കീമ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി അല്ലെ. അപ്പൊ ഇവിടെ സ്കീമ എന്ന് പറയുന്നതാണ് ഇറ്റ് റെഫേഴ്സ് ടു വൺസ് ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി ഓർ പൊട്ടൻഷ്യൽ ടു സക്ക് ഒബ്ജക്ട്സ് ഇൻ കേസ് ഓഫ് സക്കിംഗ് സ്റ്റീമ. അപ്പൊ സക്കിംഗ് സ്റ്റീമ എടുക്കുകയാണെങ്കിൽ എന്താണ്? സക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്ന ആ ജനറൽ കോഗ്നിറ്റീവ് എബിലിറ്റി അല്ലെങ്കിൽ പൊട്ടൻഷ്യലിനെയാണ് എന്ത് വിളിച്ചത്? അവിടെ അദ്ദേഹം സക്കിംഗ് സ്കീമാണ്. ഇപ്പൊ നമ്മൾ സക്കിംഗ് ആണ് അത് എടുക്കുന്നതെങ്കിൽ, ആ ഒരു സ്വഭാവമാണ് എടുക്കുന്നതെങ്കിൽ ആ സക്കിംഗ് സ്കീമ എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ ജനറൽ ആയിട്ടുള്ള കോഗ്നിറ്റീവ് എബിലിറ്റിയാണ് എന്താണെങ്കിൽ ടു സക്ക് ഒബ്ജക്ട്സിനെ സക്ക് ചെയ്യാനുള്ള ആ കോഗ്നിറ്റീവ് എബിലിറ്റിനെയാണ് അവിടെ സക്കിംഗ് സ്കീമാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഇനി ആക്റ്റീവ് സക്കിംഗ് പല രീതിയിൽ അല്ലെങ്കിൽ കണ്ടന്റ്സ് വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഡിഫർ ചെയ്യുമെന്ന് പറഞ്ഞു. അതായത് ഇപ്പൊ ഒരു കുട്ടി നമ്മൾ ആദ്യം സക്ക് ചെയ്യാൻ പഠിക്കുന്നത് എങ്ങനെയാണ്, അത് സക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ആദ്യം സക്കിംഗ് എന്ന് പറയുന്ന സ്കീം ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്? മദറിന്റെ നിപ്പിൾ സക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്പൂൺ, ഒരു ടോയ്, ഇതൊക്കെ സക്ക് ചെയ്താണ് അതിന്റെ സക്കിംഗ് സ്കീം അത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി കണ്ടീഷൻസ് മാറുന്നു അല്ലെ. ഇപ്പൊ ചൈൽഡ് ഗ്രോ ചെയ്യുന്നു, ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ് കൊണ്ട് ഈ സക്കിംഗ് അത് ഡിഫറെന്റ് സ്കീമാസ് ഡെവലപ്പ് ചെയ്യും. അപ്പൊ പല സ്കീമാസ്, ഇപ്പൊ സക്കിംഗ് സ്കീമല്ല, അതുപോലെ തന്നെ ലുക്കിംഗ്, റീച്ചിങ്, അങ്ങനത്തെ സ്കീമുകളൊക്കെ അതിന്റെ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസ് കൊണ്ട് അത് വേറെ ഡെവലപ്പ് ചെയ്യുമെന്ന് മനസ്സിലാക്കും. അപ്പൊ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞത്
എല്ലാ എബിലിറ്റീസ് പൊട്ടൻഷ്യലിറ്റിസിനെയും സ്കീമ എന്ന് പറയുന്നത്. അതായത് കോഗ്നിറ്റീവിന് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് സ്കീമ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മനസ്സിലായോ? അടുത്ത് നമ്മൾ പറഞ്ഞത് കോഗ്നിറ്റീവ് ഫംഗ്ഷനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അവിടെ നമ്മൾ പറഞ്ഞു ഒരു ഓർഗാനിസത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിന്റെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെ. ഓർഗാനിസം സ്ട്രക്ചർ നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതിന്റെ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അതിന്റെ ഓർഗാനിസിന്റെ സ്ട്രക്ചർ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതായത് if an individual has to adapt to his environment for survival, for as well as for growth and proper growth and development, അതായത് പ്രോപ്പർ ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സർവൈവൽ എല്ലാത്തിനും വേണ്ടിയിട്ട് ആരുമായിട്ട് അഡാപ്റ്റ് ചെയ്യണം? എൻവയോൺമെന്റ് അഡാപ്റ്റ് ചെയ്യണം. അപ്പൊ ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് എങ്ങനെയാണ്? ഈ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റിന്റെ ഇന്ററാക്ഷൻ കൊണ്ടാണ് കോഗ്നിറ്റീവ് ആയിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത്. അപ്പൊ സ്കീമ എന്ന് പറയുന്നത് നമ്മൾ സക്കേജ് സ്കീമ പഠിച്ചു. ഇനി അവിടെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സ്കീമ നമ്മൾ എക്സാമ്പിൾ സക്കിംഗ് സ്കീമേഴ്സ് പറഞ്ഞു. ഇനി ഈ സക്ക് ചെയ്യുന്ന ആ ഒരു സ്കീമ വെച്ചുകൊണ്ട് അതിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ഇന്ററാക്ഷൻസിലൂടെ അല്ലെങ്കിൽ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസിലൂടെയാണ് ഈ സ്കീമയ്ക്ക് ചേഞ്ചസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. അതായത് അത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ ഇനി മനസ്സിലാക്കേണ്ട അടുത്ത കാര്യം എന്താണ്? അവിടെ നമ്മൾ മനസ്സിലാക്കി അസിമിലേഷൻ പറഞ്ഞു. അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം, ഈ 3 കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. അപ്പൊ അതും കൂടെ നമുക്ക് റിവൈസ് ചെയ്ത് പോകാം. മനസ്സിലാക്കി എന്താണ്? ദ കീ ടു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ലൈസ് ഇൻ ദ കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. സോ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് കീ എന്ന് പറയുന്നത് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ the adaptation to physical and social environment. Social and physical environment adaptation and interaction-ാണ് അവിടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇത്തരം അഡാപ്റ്റേഷൻസ് നടക്കുന്നത് ടാസ്ക് ഓഫ് സച്ച് അഡാപ്റ്റേഷൻസ് ക്യാരിഡ് ഔട്ട് ത്രൂ ദ പ്രോസസ് ഓഫ് അസിമിലേഷൻ ആൻഡ് അക്കോമഡേഷൻ. അസിമിലേഷൻ, അക്കോമഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഈ ടാസ്ക് ഓഫ് അഡാപ്റ്റേഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ് ഇന്ററാക്ഷൻസ് കൊണ്ടാണ് അവിടെ അഡാപ്റ്റേഷൻ ഉണ്ടാകുന്നത്. ആ അഡാപ്റ്റേഷൻ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുന്ന 2 പ്രോസസ്സിലൂടെയാണ് അസിമിലേഷൻ, അക്കോമഡേഷൻ ആണെന്ന് മനസ്സിലാക്കി. ഇനി എന്താണ് അസിമിലേഷൻ എന്ന് പറയുന്നത്? നമ്മൾ ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് മാച്ചിങ് ബിറ്റ്വീൻ ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആൻഡ് എൻവയോൺമെന്റ് നീഡ്സ് ആസ് ദേ അറൈസ്. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറും അതുപോലെ തന്നെ ഒരു എൻവയോൺമെന്റിന്റെ നീഡ് കൊണ്ടുണ്ടായ ഒരു അല്ലെങ്കിൽ എന്താണ് അപ്പൊ ഉണ്ടായ ഒരു എൻവയോൺമെന്റ് നീഡ് തമ്മിലുള്ള ഒരു മാച്ചിങ് ആണ് എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞു ഒരു 6 month ഓൾഡ് ആയ ഇൻഫന്റിന് നമ്മളൊരു പുതിയ ടോയ് കൊടുത്താൽ ആ കുട്ടിക്ക് എന്തിനുള്ള മാത്രമുള്ള അതിന്റെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് കുറെ ഇൻസ്റ്റിങ് പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സ് അതിനുണ്ട് അല്ലെ. അപ്പൊ ആ ജനിച്ച സമയത്ത് അതിന് കിട്ടിയ പ്രാക്ടിക്കൽ ഇൻസ്റ്റിങ്സ് റിഫ്ലക്സസ് എന്ന് പറയുന്നത് സക്കിംഗ് സ്കീമ, സക്കിംഗ്, ഗ്രാസ്പിംഗ് അതൊക്കെയാണ്. അപ്പൊ ഇവിടെ അതിന് ടോയ് കൊടുത്താൽ, സ്മോൾ ടോയ് കൊടുത്താൽ അതിന് ഒരു കാര്യം അറിയില്ല, എന്തും സാധനവും വായിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ അറിയുള്ളൂ. കാരണം സക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് അതിന് കൂടുതലായിട്ട് മനസ്സിലാകുന്നത്. അപ്പൊ അത് ആ ടോയ് വായിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കും. അപ്പൊ അവിടെ അതിന് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ് ഈ സക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ 6 ഓൾഡ് ഇൻഫന്റ് ഒരു ടോയ് കൊടുത്താൽ നേരെ എന്ത് ചെയ്യും? സക്കിങ്ങിന് വേണ്ടിയിട്ട് മൗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പൊ അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ this is assimilation, as for the child it wants to assimilate, incorporate or fit ideas about a new toy into an already existing cognitive structure schema. So he can only respond by performing the act of sucking. അപ്പൊ ആ കുട്ടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ആ സക്കിംഗ് എന്ന് പറയുന്ന കാര്യം, ആ സ്കീമയാണ് കുട്ടികൾ. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യും? ഒരു ടോയ് കൊടുത്താൽ നേരെ വായിലോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. അതായത് ആ ഒരു അസിമിലേഷൻ നിന്നും എന്ത് ചെയ്യണം? പുതിയൊരു സിറ്റുവേഷൻ കൊടുക്കുമ്പോൾ അതിലേക്ക് മാറണം. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസിമിലേഷൻ is a kind of matching between the already existing cognitive structure and the environment as they arise. അതായത് environmental needs ഉണ്ടാകുന്നതനുസരിച്ച് കോഗ്നിറ്റീവ് സ്ട്രക്ചർ, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ ചേഞ്ച് വരുത്തുന്നതാണ് എന്ത് പറയുന്നത്? അസിമിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അസിമിലേഷൻ ഇവിടെ കുട്ടിയെ സംബന്ധിച്ചോളം അതിലൊരു കോഗ്നിറ്റീവ് സ്ട്രക്ചർ, അതിന്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ ആണ് സക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതില് എൻവയോൺമെന്റിൽ നീഡ് വരുന്ന എൻവയോൺമെന്റിൽ സാഹചര്യം അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അനുസരിച്ച് അതിൽ ചേഞ്ചസ് കൊണ്ടുവരുത്തേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് റെസ്പോണ്ട് ചെയ്യാൻ ഒരു ആക്ട് ഓഫ് സക്കിംഗ് എന്ന് പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ. ഇനി ഈ കുട്ടിയില് മോഡിഫിക്കേഷൻസ് വരുന്നത് അല്ലെ. അപ്പൊ in case of if a new toy is big or to be picked up or placed in a mouth, it will certainly need a change or modification in the already existing cognitive structure. അപ്പൊ അതിനൊരു വലിയ ടോയ് ആണ് കൊടുത്തതെങ്കിൽ
അതെന്ത് ചെയ്യും, അതിന് മൗത്തിൽ വെക്കാൻ സാധിക്കില്ല. അപ്പൊ അതിന്റെ എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിന് വ്യത്യാസം വരുത്തേണ്ടി വരുന്നു, മോഡിഫിക്കേഷൻസ് ഉണ്ടാക്കേണ്ടി വരുന്നു. അപ്പൊ ചൈൽഡിന് പുതിയ രീതിയിൽ അത് തിങ്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ടാകും. ചാൻസ് ടു ഹാവ് old ways to change this old ways of thinking and behaving in order to adapt or adjust to new situation. അപ്പൊ പുതിയൊരു സിറ്റുവേഷനിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ചെയ്യണം ചൈൽഡിന് അവരുടെ തിങ്കിങ് അല്ലെങ്കിൽ മാറി ചിന്തിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, ഓൾഡ് അതായത് ഒരു 6 month ഓൾഡ് ബേബിക്ക് നമ്മളൊരു ടോയ് കൊടുത്താൽ ആ ടോയ് അത് നേരെ മൗത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം അവിടെ അതിന് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, അതിന് സക്കിങ് എന്ന് പറയുന്ന ആ ഒരു റെസ്പോണ്ട് ചെയ്യാൻ മാത്രമേ അതിന് അറിയുള്ളൂ. ഇനി നമ്മൾ കുറച്ചും കൂടെ വലിയൊരു ടോയ് ആണ് കൊടുത്തെങ്കിൽ അതിന് മൗത്തിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കാത്തപ്പോ അതെന്ത് ചെയ്യും, അതിന്റെ വേ ഓഫ് തിങ്കിങ് അല്ലെങ്കിൽ അതിന്റെ റെസ്പോണ്ട് ചെയ്യുന്ന ഇത് ചേഞ്ച് ചെയ്തേണ്ട വരും. അതിന്റെ എന്താണ് എൻവയോൺമെന്റ് അല്ലെങ്കിൽ പുതിയൊരു സിറ്റുവേഷൻ ആയിട്ട് അത് അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ സക്ക് ചെയ്യുന്നതിന് പകരം കുട്ടി എന്ത് ചെയ്യും, അതിനെ പുഷ് ചെയ്യുകയോ ഗ്രാസ്പ് ചെയ്യുകയോ ചെയ്യും. അതിനെയാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ പറയുന്ന എൻവയോൺമെന്റ് കണ്ടീഷൻ അനുസരിച്ച് എക്സിസ്റ്റിംഗ് കോഗ്നിറ്റീവ് സ്ട്രക്ചറുമായിട്ട് മാച്ച് ചെയ്തിരുന്ന പ്രോസസ്സിനെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ഇനി ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് അതിനെ തിരുത്തുന്ന അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനോട് അഡ്ജസ്റ്റ് ചെയ്ത് ആ കുട്ടി പെരുമാറുന്നതിനാണ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. എന്താണ് അക്കോമഡേഷൻ? ഇസ് one tries to accommodate or adjust to new ways of thinking and behaving in place of assimilating or behaving the same old fashion. അത് പഴയ രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യാതെ ആ പുതിയ ഒരു കണ്ടീഷനിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പുതിയ രീതിയിൽ ചിന്തിക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്, അക്കോമഡേഷൻ എന്ന് പറയുന്നത്. കുട്ടിയെ സംബന്ധിച്ചോളം കുട്ടി ആ സാധനം വലുതായിട്ട് മൗത്തിൽ വെക്കാതെ എന്ത് ചെയ്യുന്നു, അതിന് പുഷ് ചെയ്യോ അത് വെച്ച് തള്ളിക്കളിക്കോ അങ്ങനെയൊക്കെ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നതിന് എന്ന് പറയുന്നത് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി the process of accommodation, one has to learn new ways of thinking and behaving by making changes or modifications in one's existing cognitive structure. So one's existing cognitive structure has to be changed or modified by means of this accommodation. Accommodation എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ one has to change its existing cognitive structure. That is what is mentioned here. So for example, if a child is offered a milk in a tumbler, another example, if a child is offered a milk in a tumbler instead of a feeding bottle, he first tries to behave like sucking. If a child is given milk in a tumbler and is asked to drink, then he knows only to respond in the way of sucking. So what he does this child used to have milk using a feeding bottle. സോ അവിടെ ഫീഡിംഗ് ബോട്ടിൽ ഉപയോഗിച്ച് കുടിച്ചോളുന്ന കുട്ടിക്ക് നമ്മൾ ടംബ്ലറിൽ മിൽക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് അത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ആ ഫീഡിംഗ് ബോട്ടിൽ അത് എങ്ങനെയാണ് സക്ക് ചെയ്യുന്നത് അതുപോലെ അത് റെസ്പോണ്ട് ചെയ്യാൻ ശ്രമിക്കും. ഇനി അതിന്റെ സിറ്റുവേഷൻസ് അനുസരിച്ച് അത് മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുന്നത്. അപ്പൊ അത് ആ ഒരു രീതിയിൽ കുടിക്കാൻ തുടങ്ങും. അപ്പൊ അവിടെയാണ് നമ്മൾ നെസസറി മോഡിഫിക്കേഷൻസ് അതിന്റെ ഓൾഡ് കോഗ്നിറ്റീവ് സ്ട്രക്ചറിൽ അത് ഉണ്ടാക്കുന്നു. അപ്പൊ ഇതിന് പാരലായിട്ട് ഈ അസിമിലേഷനും അക്കോമഡേഷനും പാരലായിട്ട് എന്തും നടക്കണം, ഒരു കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയേഷനും നടക്കണം. അതായത് മനസ്സിലായോ, അസിമിലേഷനും അക്കോമഡേഷനും നടക്കുന്നതനുസരിച്ച് ഒരു കൺസെപ്റ്റ് ഓഫ് ഇക്വിലിബ്രിയേഷൻ ഇവിടെ നടക്കും. അതായത് ഇക്വിലിബ്രിയേഷൻ എന്ന് പറയുന്നത് ആ സ്റ്റേജിന് നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു, ഇതിങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ ഇതിന് ഈ രീതിയിലാണ് ഇത് ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന സ്റ്റേജാണ് ഇക്വിലിബ്രിയേഷൻ. ആ ഇക്വിലിബ്രിയേഷൻ സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കുന്നു. അപ്പൊ നമ്മൾ ഐഡിയയിൽ നിന്ന്, അതായത് ആ ഒരു കുട്ടിയെ കാര്യം എടുക്കുകയാണെങ്കിൽ കുട്ടി ഇങ്ങനെ ഒരു കാര്യം ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സക്കിങ് എന്ന് പറയുന്ന കാര്യം മാത്രമാണ് കുട്ടി ഇപ്പൊ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. കുട്ടിക്ക് ഏത് ടോയ് എടുത്തു അത് വായിലോട്ട് ഇടുകയാണ് ചെയ്തോണ്ടത് അല്ലെ. അപ്പൊ അങ്ങനെ ഇരുന്ന കുട്ടി പെട്ടെന്ന് ഒരു വലിയ ടോയ് അതിന് കൊടുക്കുമ്പോൾ അവിടെ ആ കുട്ടി ഇപ്പൊ ഈ വായിലോട്ട് ഇടാൻ പറ്റുന്നതാണെന്ന് വിചാരിച്ചതൊക്കെ വായിലോട്ട് ഇടും. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും, അതിന് ആ ഒരു ടോയ് വായിടാൻ പറ്റുന്നതല്ല, പിന്നെ അത് എന്താണ് അതിലൊരു എന്താണ് ആ ഒരു സ്റ്റേജിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് അസിമിലേഷൻ എന്ന് പറയുന്നത് അല്ലെ. അസിമിലേഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അക്കോമഡേഷൻ ഉണ്ടാവുന്നത്. അക്കോമഡേഷൻ കഴിയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും ഈ ടോയ് നമുക്ക് എന്താണ് വായിടാൻ പറ്റില്ല, ഇത് നമുക്ക് തള്ളിക്കൊണ്ടുപോയി കളിക്കാനൊക്കെ യൂസ് ചെയ്യാവുള്ളൂ. അപ്പൊ അവിടെ ആ കുട്ടിക്ക് അത് മനസ്സിലാവുന്നു. അപ്പൊ അതാണ് ഇക്വിലിബ്രിയം എന്നൊരു സ്റ്റേജിൽ എത്തുന്നത്. അപ്പൊ അസിമിലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രിയം ഈ 3 സ്റ്റേജസിലൂടെയാണ് ഇവിടെ ഡെവലപ്മെന്റ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നടക്കുന്നതെന്ന് പിയാഷെ നമുക്ക് മനസ്സിലാക്കി തന്നു. അപ്പൊ അതാണ് അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം.
അതാണ് പിയാഷെയുടെ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം. ഇറ്റ് ഹെൽപ്സ് ഓർഗാനിസം ടു അഡ്ജസ്റ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് എൻവയോൺമെന്റ്. ആൻഡ് ദിസ് innate tendency of continuous drive on the part of an organism to organize its experience to assimilation accommodation is known as equilibration by Piaget. അതായത് അസിമിലേഷൻ അക്കോമഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിനോട് കൂടി ഒരു ഓർഗാനിസത്തിന് അതിന്റെ എക്സ്പീരിയൻസിനനുസരിച്ച് അതിന്റെ സ്വഭാവത്തിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്താൻ സാധിക്കുന്ന ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇക്വിലിബ്രിയേഷൻ എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത് പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ്. അപ്പൊ പിയാഷെയുടെ സ്റ്റേജസ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതൊക്കെയാണ് 4 സ്റ്റേജസിനെ കുറിച്ചാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ജാലഘട്ടം. അത് 0 മുതൽ 2 വരെയാണ്. അതായത് ജനനം മുതൽ 2 വയസ്സ് വരെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ് അല്ലെങ്കിൽ ഇന്ദ്രിയ ജാലഘട്ടം എന്ന് ഓർത്തുവയ്ക്കുക. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അത് 2 മുതൽ 7 വയസ്സ് വരെയാണെന്ന് ഓർത്തുവയ്ക്കുക. പ്രാക് മനോവ്യാപാര ഘട്ടം എന്നും അറിയപ്പെടുന്നു. അടുത്തത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അതെന്ന് പറയുന്നത് 7 മുതൽ 11 വയസ്സാണ്. അതിനെ മൂർത്ത മനോവ്യാപാര ഘട്ടം എന്ന് അറിയപ്പെടുന്നു. അടുത്ത 4ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അത് 12 മുതൽ 15 വയസ്സ് വരെയാണ്. അതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഔപചാരിക മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 4th സ്റ്റേജ് ആണ്. അപ്പൊ ഇത്രയും സ്റ്റേജുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം സെൻസറി മോട്ടോർ സ്റ്റേജ് ഇന്ദ്രിയ ചാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയെന്ന് നോക്കാം. സോ അടുത്ത നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടമാണ്. അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 2 years to 7 years ആണ്. പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് 2 to 7 years എന്ന് മനസ്സിലാക്കാം. ഇനി പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതാണ് പ്രീ കൺസെപ്ഷൻ സ്റ്റേജും ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും. പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 2 to 4 years ആണ്. ഇനി ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ 4 to 7 years ആണ് ഓർത്തു വെക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് പ്രീ കൺസെപ്ഷൻ സ്റ്റേജിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യും, സിമ്പിൾസ് ഡെവലപ്പ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. ഇനി ഈഗോസെൻട്രിക് തോട്ട്, അതായത് താൻ ചിന്തിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരും ചിന്തിക്കും എന്നുള്ളൊരു ധാരണ കുട്ടിയിൽ ഉണ്ടാവുന്നത്, അതാണ് ഈഗോസെൻട്രിക് തോട്ട്. അത് എപ്പോഴാണ്, ഈ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നതാണ്. ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടിക്ക് ഒരു കാര്യം ചിന്തിച്ചാൽ അത് മറിച്ചും അതായത് ഇപ്പം 4 plus 3 is equal to 7. 4 plus 3 7 ആണ്. ഇനി 7ന് 3 മൈനസ് ചെയ്താൽ 4 കിട്ടും എന്ന് പറയുന്ന ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് കുട്ടിക്ക് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ തിരിച്ചിട്ടാലും, അതായത് ഉദാഹരണത്തിന് ഇപ്പം 4 plus 3 7 ആണെന്ന് പറഞ്ഞു അല്ലെ. ഇനി 3 plus 4 എന്ന് പറയുന്നത് 7 ആണ്. ഇങ്ങനെ ഒരു മനസ്സിലാക്കുന്ന ഒരു ഐഡിയ കുട്ടിയിലേക്ക് എത്താത്ത സമയമാണ് ഇറിവേഴ്സിബിലിറ്റി. ഇങ്ങനെ തിരിച്ചും മറിച്ചും അതിന് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ആ ഒരു ഇറിവേഴ്സിബിലിറ്റി ഉണ്ടായ സ്റ്റേജിലാണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് മനസ്സിലാക്കുക. ഇനി അനിമിസം എന്ന് പറയുന്നത് എല്ലാ ഒബ്ജക്ട്സിനും ഒരു അനിമൽ ബിഹേവിയർ ഉണ്ട് എന്ന് കുട്ടി വിചാരിക്കുന്ന ഒരു സ്റ്റേജും ഏതാണ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. എല്ലാ വസ്തുക്കൾക്കും ഒരു ജീവനുകളുടെ സവിശേഷത ഉണ്ട് അല്ലെങ്കിൽ അനിമിസം ഉണ്ട് എന്ന് കുട്ടി വിചാരിക്കുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് നമ്മൾ 2 പറയുന്നുണ്ട്, പ്രീ കൺസെപ്ഷൻ സ്റ്റേജും ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജും. അതിൽ പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് 2 to 4 years എന്നാണ് പറഞ്ഞു. അവിടെ കുട്ടി ഒബ്ജക്ട്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് പല ക്ലാസ്സസ് ആയിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാനായിട്ടുള്ള കുട്ടിക്ക് ഒരു ബോധം ഉണ്ടാവുന്ന ഒരു സ്റ്റേജ് ആണ്. Children seems to identify objects by their names and put them in certain classes. അപ്പം ഒബ്ജക്ട്സിനെ അതിന്റെ പേര് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാനും ഓരോ ക്ലാസ്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും കുട്ടി മനസ്സിലാക്കുന്ന ഒരു സ്റ്റേജ് ആണ് വെച്ചാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അത് ആ ഒരു സമയത്ത് കുട്ടി എന്ത് ചെയ്യും, കാണുന്ന എല്ലാ അതിന് കൺസെപ്റ്റ് അതിന് ഐഡന്റിഫിക്കേഷൻ കൺസെപ്റ്റ്സിനൊക്കെ മിസ്റ്റേക്സ് വരുത്തും. അതായത് കാണുന്ന എല്ലാ ആൾക്കാരും കുട്ടി എല്ലാ ആണുങ്ങളും ഡാഡി എന്നും എല്ലാ പെണ്ണുങ്ങളെയും മമ്മി എന്നും ചില കുട്ടികളെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അവിടെ കൺസെപ്റ്റ് ഉണ്ടാക്കുന്നതിൽ മിസ്റ്റേക്സ് ഉണ്ടാകുന്ന ഒരു സ്റ്റേജ് ആണ് ഇത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് തന്നെ പ്രീ കൺസെപ്ഷൻ ഫേസ് ആണെന്ന് ഓർത്തു വയ്ക്കുക. ഉദാഹരണത്തിന് ഇപ്പം കുട്ടികൾ ഉണ്ടാകുന്ന ആ മോഡ് ഓഫ് റീസണിങ് അല്ലെങ്കിൽ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്, ഇല്ലോജിക്കൽ ആയിരിക്കുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ മോഡ് ഓഫ് റീസണിങ് ആൻഡ് തിങ്കിങ് ബിക്കംസ് ഇല്ലോജിക്കൽ ഇൻ പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി
മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് നമ്മള് കൗ ബിഗ് ആണ്, അതൊരു ബിഗ് ആനിമൽ ആണ്, അതിന് 4 കാലും ഒരു ലോങ് ടെയിലും ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ കുട്ടി കാണുന്ന എല്ലാ ആനിമൽസിലും ലോങ് ടെയിലും 4 കാലും ഉണ്ടെങ്കിൽ അതിനെല്ലാം കൗ എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ അതാണ് അവിടെ മിസ്കൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ആ ഒരു ഉണ്ടാകുന്ന മിസ്കൺസെപ്റ്റ് അല്ലെങ്കിൽ ഐഡിയൽ ക്ലാരിഫിക്കേഷൻ വരാത്തത് എപ്പോഴാണ്, ഈ പ്രീ കൺസെപ്ഷൻ ലെവലിലാണെന്ന് ഓർത്ത് വയ്ക്കും. പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണ് കുട്ടിക്ക് ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കുക. ഇനി അവിടെ ലോജിക്കൽ ആയിട്ടുള്ള തിങ്കിങ് കുട്ടിയിൽ ഉണ്ടാകുന്നില്ല. ഇനി തിങ്കിങ് ടു ഇമാജിനേറ്റീവ് ആൻഡ് ഫാർ റിമൂവ് ഫ്രം റിയാലിറ്റി. ഇനി അത് എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ ഒന്ന് എന്താണ്, റിയാലിറ്റിന്ന് വളരെ ദൂരെ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഇമാജിനേറ്റീവ്, ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ടായിരിക്കും തിങ്കിങ്. ഉദാഹരണത്തിന് അതെന്ത് ചെയ്യും, ഒരു ബ്ലോക്ക് ഓഫ് ഫുഡ് അതിന് കൈ കിട്ടിയാൽ അത് അതിന് എന്ത് ഒരു കുതിരവണ്ടിയായിട്ട് ഇമാജിനേറ്റീവ്, അല്ലെങ്കിൽ ഒരു ഡോളിനെ കൊടുത്താൽ അതിനെ ബേബി ആയിട്ട് ഇമാജിനേറ്റീവ്. അങ്ങനെ എന്താണ്, ജീവനില്ലാത്ത വസ്തുക്കൾക്കും ജീവനുള്ള വസ്തുക്കൾക്ക് അല്ലെങ്കിൽ ആ ഒരു ജീവനുള്ള വസ്തുക്കളോട് താരതമ്യം അല്ലെങ്കിൽ അതിനും ജീവനുണ്ട് എന്ന് കുട്ടി തെറ്റിദ്ധരിക്കുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്തു വെക്കുക. അതാണ് നമ്മൾ അവിടെ അനിമിസം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജീവനില്ലാത്ത വസ്തുക്കൾക്കും എന്താണ് ജീവനുള്ളവരുടെ പ്രത്യേകത പ്രകടിപ്പിക്കുന്നതായിട്ട് കുട്ടികൾ കരുതുന്ന ഒരു സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്തു വെക്കുക. 2 to 4 years ആണെന്ന് കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി മറ്റേതെന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഈഗോ സെൻട്രിക് തോട്ട്, അത് ഡെവലപ്പ് ചെയ്യുന്നത് പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണ്. ഈഗോ സെൻട്രിക് തോട്ട്, ഞാൻ വിചാരിക്കുന്ന പോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്ന കുട്ടി വിചാരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് വെച്ചുള്ളത് പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി ഇറിവേഴ്സിബിലിറ്റി നമ്മൾ പറഞ്ഞു, കുട്ടിക്ക് അങ്ങോട്ട് അതായത് ഒരു കാര്യം ഈ ഒരേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അത് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ള കഴിവില്ലായ്മയാണ് അവിടെ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുകൂടെ പറയാം, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 7 years ആണ്. ഇത് 2 മുതൽ 7 വയസ്സ് വരെയാണ് പ്രീ ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെ വരുന്നതാണ് എന്ത്, പ്രീ കൺസെപ്ഷൻ സ്റ്റേജും ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ്. പ്രീ കൺസെപ്ഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് 2 to 4 years ആണ്. ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജ് എന്ന് പറയുന്നത് 4 to 7 years ആണ്. ഓർത്ത്. ഇനി പ്രധാനപ്പെട്ട ഈ സ്റ്റേജുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ, ഒന്ന് സിമ്പിൾസ് യൂസ് ചെയ്താണ് കുട്ടി കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങുന്നത്. ഇനി അടുത്തത് ഈഗോ സെൻട്രിക് തോട്ട് ആണ് കുട്ടിയിൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ ഒരു ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജിലാണ് ഈഗോ സെൻട്രിക് തോട്ട്, സിമ്പിൾസ് ഒക്കെ ഉണ്ടാകുന്ന പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണ് ഓർത്തിരിക്കുക. അവിടെ ഇല്ലോജിക്കൽ തിങ്കിങ് ആണ്, ഇമാജിനേറ്റീവ് പവർ കൂടുതലാണ്, അതായത് റിയാലിറ്റിയിൽ നിന്ന് ഫാർ ആയിട്ടായിരിക്കും കുട്ടി ചിന്തിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തുവെക്കാം. പിന്നെ അനിമിസം, എല്ലാ ഒബ്ജക്ട്സിനും ഒരു അനിമൽ ക്യാരക്ടർ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ജീവനുള്ള വസ്തുക്കളായിട്ട് സാമ്യപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്ന ഒരു ഇതും അനിമിസവും ഏത് സമയത്താണ് ഈ പറയുന്ന പ്രീ കൺസെപ്ഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തുവെക്കാം. ഇനി നമ്മൾ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയാണ് എന്താണ് ഈഗോ സെൻട്രിക് തോട്ട്, അവിടെയാണ് നമ്മൾ ഇറിവേഴ്സിബിലിറ്റിയെ കുറിച്ച് മനസ്സിലാക്കുക. അപ്പൊ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ഐഡിയ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാത്ത സ്റ്റേജ് ഏതാണെന്ന് വെച്ചാൽ ഇറിവേഴ്സിബിലിറ്റി എന്ന ഐഡിയ ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഏത് സ്റ്റേജില്, ഈ പറയുന്ന പ്രീ ഓപ്പറേഷൻ സ്റ്റേജിൽ കുട്ടിയിൽ ഇറിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഐഡിയ ആണ് ഉള്ളത്. അപ്പൊ റിവേഴ്സിബിൾ തിങ്കിങ് ഇല്ല കുട്ടിയിൽ ആ സമയത്ത്. മനസ്സിലായി? അത്രയാണ് നമ്മൾ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. അപ്പൊ അടുത്ത സ്റ്റേജ് ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അതെന്ന് പറയുന്നത് 7 to 11 years ആണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. അവിടെ എന്ന് പറയുന്നത് the child develops ideas and concepts. ഐഡിയാസ് ആൻഡ് കൺസെപ്റ്റ്സും കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന മെന്റൽ ടേംസിൽ, അതായത് അത് ലോജിക്കലായിട്ട് കുറച്ച് ചിന്തിക്കാൻ ആരംഭിക്കുന്ന ഒരു ഘട്ടം ഏതാണെന്ന് വെച്ചാൽ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ്. He develops ideas and concepts in mental terms. Then he begins to think in terms of iterative principles rather than bits of knowledge. പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങുന്ന എപ്പോഴാണ്, ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഓർത്തു വയ്ക്കുക. അടുത്തത് എബിലിറ്റി ടു കൺസേർവ് ബോത്ത് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് നമ്പർ ഓഫ് ഒബ്ജക്ട്സ്. അതായത് ക്വാണ്ടിറ്റി അനുസരിച്ചും ഒബ്ജക്ട്സ് നമ്പർ അനുസരിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്ന ഘട്ടം ഏതാണ്, ഈ പറയുന്ന കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതായത് ചൈൽഡ് ഒബ്ജക്ട്സിന്റെ ടേംസിനും ക്വാണ്ടിറ്റിയിലും അതനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കും. അതായത് ഇപ്പൊ നമുക്ക് പറഞ്ഞു, നമ്മൾ ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജിലാണെങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ അതിന് റിവേഴ്സിബിൾ തിങ്കിങ് ഇല്ല, അല്ലെങ്കിൽ ഇറിവേഴ്സിബിൾ തിങ്കിങ് ആണ് അവിടെ ഉള്ളതെന്ന് പറഞ്ഞല്ലേ. ഇനി അതുപോലെ തന്നെ കൺസർവേഷൻ ഇല്ല. കൺസർവേഷൻ എന്ന് പറയുന്നതാണ് ഒരു ഒബ്ജക്റ്റിനെ കൺസിഡർ ചെയ്താൽ, ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ കുട്ടിക്ക് പാല് ഒരു വലിയ കുപ്പിയിൽ കൊടുക്കുകയാണെങ്കിൽ കുട്ടി എന്ത് ചെയ്യുന്നില്ല, കുടിക്കുന്നില്ല. എന്താണ്, കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കുടിക്കുന്നില്ല. ഇതേ ക്വാണ്ടിറ്റിയിലുള്ള മിൽക്ക് നമ്മളൊരു ചെറിയ കുപ്പിയിൽ എടുത്ത് കൊടുത്താലും കുട്ടി എന്ത് ചെയ്യും, അത് കുടിക്കും. അപ്പൊ അവിടെ കുട്ടി ഒരു കാര്യത്തെ കുറിച്ച് ആ ഒരു കുപ്പിയുടെ നീളം എന്നുള്ള ഒരു കാര്യത്തിൽ ലെങ്തിനെ കുറിച്ച് മാത്രമേ അവിടെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ അവിടെ എന്താണ്, ക്വാണ്ടിറ്റിയിലും നമ്പറിലും ഒരു കൺസർവേഷൻ അവിടെ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാത്തത് ഇൻറ്റ്യൂട്ടീവ് സ്റ്റേജിലാണെന്ന് മനസ്സിലാക്കുക. പക്ഷേ കോൺക്രീറ്റ് ഓപ്പറേഷൻ
ഓപ്പറേഷൻ സ്റ്റേജിലാകുമ്പോൾ കുട്ടിയിൽ ആ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യും. അതായത് ക്വാണ്ടിറ്റി നമ്പർ ഓഫ് ഡിജിറ്റ്സിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് കുട്ടിയിൽ ഉണ്ടാകുന്ന ഏത് സ്റ്റേജിലാണ്? ഈ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് റിവേഴ്സിബിൾ തിങ്കിങ്. അതായത് കുട്ടിക്ക് റിവേഴ്സിബിൾ തിങ്കിങ് ഉണ്ടാകുന്നത് ഏത് സമയത്താണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ എബിലിറ്റി ഓഫ് സീരിയലൈസേഷൻ. സീരിയലൈസേഷൻ എബിലിറ്റി, അതായത് ചെറുതിന് വലുതിലോട്ട് വലുതെന്ന് ചെറുതിലോട്ട് എന്ന ആ ചെറുതിന് വലുതിലോട്ട് അങ്ങനെ സീരിയലായിട്ട് ചെയ്യാനെങ്കിൽ അതിനെ സീരിയലൈസ് ചെയ്യാനുള്ള എബിലിറ്റി കുട്ടിക്ക് ലഭിക്കുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഓർത്തു വയ്ക്കുക. അപ്പൊ കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്തൊക്കെയാണ്? ഒന്ന്, കുട്ടികൾ കൺസെപ്റ്റും ഐഡിയാസും അതിന്റെ മെന്റൽ ടേംസിൽ മനസ്സിലാക്കുന്നു. രണ്ട്, ഇന്റർ റിലേറ്റഡ് പ്രിൻസിപ്പിളിന്റെ ബേസിസിൽ കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നു. ബിറ്റ്സ് ഓഫ് നോളജിന്റെ ബേസിസിലല്ല, പിന്നെ കൂടുതൽ ലോജിക്കലായിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചിന്തിക്കുന്നു. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ടേംസിലും ഒബ്ജക്ട്സിന്റെ നമ്പറിലും അനുസരിച്ച് കുട്ടികൾ കൺസിഡർ ചെയ്യുന്ന എബിലിറ്റി ഉണ്ടാക്കുന്നു. റിവേഴ്സിബിൾ തിങ്കിങ് ഉണ്ടാകുന്ന ഏതാണ്? കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് റിവേഴ്സിബിൾ തിങ്കിങ് ഉണ്ടാകുന്നത്. അതുപോലെ എബിലിറ്റി ഓഫ് സീരിയലൈസേഷനും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഓർത്തു വയ്ക്കുക. അടുത്ത നെക്സ്റ്റ് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കുട്ടികളിൽ എന്താണ് ഈ ലോജിക്കൽ തിങ്കിങ്, സിസ്റ്റമാറ്റിക് ആയ തിങ്കിങ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയ സമയമാണ് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ്. 7 to 11 years ആണ് ഓർത്തു വയ്ക്കുക. അടുത്ത നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ്. ഇറ്റ് ഈസ് ഫ്രം 12 to 15 years. Here the child develops hypothesis and the child develops hypothesis and he have the ability to verify those things. That is, here കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു, ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നു, അതിന്റെ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ പരികല്പനകൾ രൂപീകരിക്കാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ അതിനെ ചെക്ക് ചെയ്യാനായിട്ട് അത് ഹൈപ്പോത്തസിസിലേക്ക് വെരിഫൈ ചെയ്യാനും ഉള്ള എബിലിറ്റി കുട്ടി ഉണ്ടാക്കിയെടുക്കുന്ന ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തു വയ്ക്കുക. സോ എബിലിറ്റി ടു ഡെവലപ്പ് ഹൈപ്പോത്തസിസ് ആൻഡ് ടു test those facts related to hypothesis. Then concrete ideas were developed in the concrete operation stage, and here in addition to concrete ideas, imagination also develops in imagines which are not supposed to be reality, those which are imagination. That is in the case of poetry. അതായത് കുട്ടികൾ പഠിക്കുന്ന പോയത്തില് അൺയൂഷ്വൽ ഐഡിയാസ് ഉണ്ടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഓൾജിബ്രയും ജോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ ഫിഗേഴ്സും ഷേപ്സും എല്ലാം ഇമാജിൻ ചെയ്യണം. അപ്പൊ അങ്ങനെ ഇമാജിനേഷൻ പവർ ഉണ്ടാകുന്ന ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു എബിലിറ്റി കൂടുതലായിട്ട് കുട്ടികളെ ഡെവലപ്പ് ചെയ്യുന്നത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ് ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ പറയാം ഇമാജിനേഷൻ. അവിടെ ഇമാജിനേഷൻ അല്ലെങ്കിൽ കുട്ടികൾ കോൺക്രീറ്റ് ഓപ്പറേഷനോടൊപ്പം തന്നെ എന്താണ് അബ്സ്ട്രാക്ഷൻ, പ്യുവർ ഇമാജിനേഷൻസ് ഉണ്ടാകുന്നു. For example, if a child is asked to imagine that he has 3 fathers, in the first case, that the concrete operation stage, he will not be able to imagine such a case. But in case of this formal operation stage, here imaginative power and imaginative ability develops. So that is here the ideas involving unusual ideas are possible in case of formal operation stage. So the child can here imagine such and such cases. That is, in case of while studying poetry, he can imagine that he is like flying in the air. All those things. While studying pictures or symbols related to algebra and geometry, there also figures and pictures can be imagined. So that types of imagination occurs in a child during the formal operational stage. അവിടെ കുട്ടിക്ക് അതായത് നടക്കാത്ത കാര്യങ്ങളിൽ ഇമാജിൻ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേജ് ഏതാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അപ്പൊ നമ്മൾ ഇതിന് മുമ്പേ പറഞ്ഞ സ്റ്റേജുകളിൽ നമ്മൾ പറഞ്ഞു കുട്ടിയെടുത്ത് നമ്മൾ പറയാണ് ഒരു കുട്ടിക്ക് 3 അച്ഛന്മാരാണെന്ന് പറയുമ്പോൾ അവിടെ ആ കുട്ടിക്ക് ആ കോൺക്രീറ്റ് ഐഡിയയിലാണ് ഈ കുട്ടി നിൽക്കുന്നത്. അവിടെ ഇമാജിനേഷൻ ആ കുട്ടിയെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഇൻ കേസ് ഓഫ് ഈ ഒരു ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ അതിന് ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു എബിലിറ്റി കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് അവർ നമ്മൾ പോയട്രി പഠിക്കുമ്പോഴും നമ്മളെ പല കാര്യങ്ങൾ റിയാലിറ്റിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പല കാര്യങ്ങൾ ഇമാജിനേറ്റ് ചെയ്ത് പഠിക്കുന്നു. അതെങ്ങനെ സങ്കല്പിക്കുന്നു. അതുപോലെ നമ്മൾ ഓൾജിബ്രയും അതുപോലെ ജോമെട്രി ഒക്കെ പഠിക്കുമ്പോൾ ഫിഗേഴ്സ് ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്യും. അപ്പൊ അത്തരത്തിലുള്ള ക്വാളിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തു വയ്ക്കാം. അടുത്തത് പല ഡിഫറെന്റ് ആംഗിൾസിൽ കൂടെ ഒരു പ്രോബ്ലത്തെ പല ആംഗിൾസിൽ കൂടെ വ്യൂ ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാകുന്ന ഏത് സ്റ്റേജിലാണ്? ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഓർത്തു വയ്ക്കാം. അതുപോലെ സോഷ്യൽ പ്രോബ്ലംസിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ ഫേസ് ചെയ്യാനുള്ള ഒരു അതിനെ കുറിച്ചൊക്കെ ബോധം ഉണ്ടാകുന്ന കാലഘട്ടം ഏതാണെന്ന് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ ലീഗൽ അവയർനെസ് ഒക്കെ ഉണ്ടാകുന്നത് ഇത് ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്തു വയ്ക്കുക. ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രം 12 to 15 years ആണ്
അവിടെ നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത് എന്താണ്, ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യാനും അതിനെ വെരിഫൈ ചെയ്യാനും ഒക്കെ എബിലിറ്റി കുട്ടിയിലുണ്ടാകുന്ന ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്. അതുപോലെ ഐഡിയാസ്, കോൺക്രീറ്റ് ഐഡിയാസ് ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇമാജിനേഷൻ എന്ന് പറയുന്ന എബിലിറ്റി കുട്ടികൾ കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത് ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ ഒരു പ്രോബ്ലത്തിന് പല ആംഗിൾസിലൂടെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വ്യൂ ചെയ്യാനുള്ള എബിലിറ്റി കുട്ടികൾ ഉണ്ടാകുന്ന ഏതാണ്, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സോഷ്യൽ പ്രോബ്ലംസിനെ കുറിച്ച് അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സൊസൈറ്റി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആയിട്ട് ഡീൽ ചെയ്യുന്നു. അതുപോലെ ലീഗൽ അവയർനെസ് ഒക്കെ കുട്ടികളിൽ ഉണ്ടാകുന്ന ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ്, ദാറ്റ് ഇസ് 12 to 15 ഇയേഴ്സ് ആണ് ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ പിയാഷയുടെ സ്റ്റേജ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചത് 4 സ്റ്റേജസ് ആണ്. ഇതൊക്കെയാണ് സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, അത് പ്രീ ഓപ്പറേഷൻ സ്റ്റേജിന് പ്രീ കൺസെപ്ഷൻ സ്റ്റേജ്, ഇന്റ്യൂട്ടീവ് സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ പഠിച്ചത് കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. ലാസ്റ്റ് നമ്മൾ പഠിച്ചത് ഏതാണ്, ഫോമൽ ഓപ്പറേഷൻ സ്റ്റേജ് ആണ്. അപ്പൊ ഇത്രത്തോടുകൂടി ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ഓഫ് ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് പിയാഷയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും കാര്യങ്ങളാണ് പിയാഷെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ക്ലാസ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുമെന്ന് ക്ലാസ്സുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. Let's bye from me. Thank you.